കോമളത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. ഗർഭധാരണം വൈകുന്നതിന്റെ കാരണം ഡോക്ടർ തുറന്നു പറയും. എത്ര വലിയ ദുഃഖത്തെയും നിസ്സംഗതയോടെ നേരിടാൻ എനിക്ക് കഴിയും. സുനിലിനാണ് ചികിത്സ വേണ്ടത്. കൗണ്ട് വളരെ കുറവാണ്. സുനിൽ 1 വർഷമെങ്കിലും തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ ഈ കാര്യം ടീച്ചർ ഉടനെ കോമളത്തോട് പറയരുത്. ഇതിന്റെ ഫലമായി പല വിധത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉണ്ടാവാം. സുനിൽ തനിച്ചൊരു ദിവസം എന്നെ ഒന്ന് കാണാൻ പറയൂ. താങ്ക് യു ഡോക്ടർ. പേയ്മെന്റ് എത്രയാണെന്ന് പറഞ്ഞില്ല. ആദ്യം വന്നപ്പോ കൺസൾട്ടിംഗ് ഫീ ഞാൻ വാങ്ങിയില്ലേ. രോഗി വരുമ്പോഴൊക്കെ പണം വാങ്ങുന്ന ഡോക്ടറല്ല ഞാൻ. ഇനി മോൻ വരട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാം. വളരെ നന്ദി. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും നീ പ്രസവിക്കാത്തത് നിന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ മോൻ സുനിലിന്റെ കുറ്റം കൊണ്ടാണ്. അമ്മ എന്താ ഈ കാര്യം അന്ന് തന്നെ എന്നോട് പറയാതിരുന്നത്? നിന്നോടും സുനിലിനോടും ഉടനെ ഈ കാര്യം പറയരുതെന്ന് ഡോക്ടർ എന്നെ ഉപദേശിച്ചു. പക്ഷെ ഇനി ഇത് പറയാതിരുന്ന നീ വെറുതെ ആ പാവം പ്രഭയെയും അവൾ പെറ്റ കുഞ്ഞിനെ ശപിച്ചോണ്ടിരിക്കും. ഏതായാലും സുനിലിന് ഇങ്ങനെ ഒരു കുറവുള്ളത് കൊണ്ട് ഉടനെ അങ്ങ് നീ പ്രസവിക്കാൻ പോകുന്നില്ല. അവൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ആ കോഴ്സ് തീർന്നാലേ എന്തെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അതുകൊണ്ട് കോമളം, നീ എന്റെ മോനുമായിട്ടുള്ള ബന്ധം വേർപെടുത്ത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒപ്പിട്ട് കൊടുത്താൽ ഉടൻ തന്നെ കുടുംബകോടതി വിവാഹമോചനം അനുവദിക്കും. എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, എനിക്ക് എന്റെ സുനിലിനെ മാത്രം മതി. ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു മഹാഭാവിയായി പോയല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സുനിലിനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ പാവം പ്രഭയെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചു. അമ്മയുടെ കൂടെ ഞാനും വരുന്നു. എനിക്കിപ്പൊ എന്റെ സുനിലിനെ കാണണം. പ്രഭയെ കണ്ട് എന്റെ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്താ ഫലം? സുനിലിന്റെയും പ്രഭയുടെയും മനസ്സിൽ നീ സൃഷ്ടിച്ച അനേകം മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ കിടപ്പുണ്ട്. നിന്റെ ഈ കണ്ണുനീർ അതിനുള്ള മരുന്നാകൂ? മോളെ, തെളിവ്, സാക്ഷി, വിസ്താരം, ഇതൊക്കെ നടക്കേണ്ട സ്ഥലം കോടതിയാണ്. ഭാര്യയുടെ മനസ്സ് ഒരിക്കലും ഒരു കോടതിയാകാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നീ എന്റെ കൂടെ വരണ്ട. രവീന്ദ്രൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശരിയുമല്ല. പ്രഭ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അടുത്ത ആഴ്ച ഒരു വാടക വീട്ടിലേക്ക് മാറും. അവളുടെ കൂടെ താമസിക്കാൻ പോകുന്ന ആരാണെന്നോ? പ്രസാദിന്റെ അച്ഛൻ അനിരുദ്ധൻ. ഞാൻ ഇറങ്ങട്ടെ, സമയം ഒരുപാടായി. അമ്മയ്ക്ക് കുടിക്കാൻ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. സാരമില്ല, കണ്ണുനീർ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നീ ഒഴുക്കിയല്ലോ, എനിക്ക് തൃപ്തിയായി. അമ്മേ, ഗേറ്റിൽ നിന്നാ മതി, ഇതുവഴി ഓട്ടോ വരും. എന്തിനാ മോളെ? ബസ്സിലാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോകാനും ബസ് തന്നെ മതി. ഇറങ്ങട്ടെ മോളെ. എന്റെ രവീന്ദ്ര, പോലീസ് പഠിച്ച പണി 18 പയറ്റിയിട്ടും ലളിതയെ പറ്റിയോ അവരെ കൂട്ടിക്കൊണ്ടുപോയ ജോൺസണെ പറ്റിയോ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. റബ്ബർ തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തവരെയും നിങ്ങൾ താമസിക്കുന്ന വീട് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തവരെയും ഒക്കെ ആ സർക്കിൾ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. എറിഞ്ഞവനെ പിടിക്കാതെ ഏറിനെ പിടിച്ചിട്ട് എന്താ കാര്യം? ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എസ് പിയുടെ അന്വേഷണത്തിൽ അറിഞ്ഞത് ആ ജോൺസൺ ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണെന്നാ. നിങ്ങളോട് പറഞ്ഞ പേര് ജോൺസൺ. അതുപോലെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക. ഞാനിപ്പോ പുറത്തിറങ്ങാറില്ല. മനുഷ്യരുടെ മുഖത്തുമൊക്കെ നാണമാവുന്നു. എന്തിന്? ഇതൊന്നും നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഏതായാലും ജോൺസണും ലളിതയും ഒളിച്ചു കളിക്കുന്ന സാഹചര്യത്തിൽ ലളിതയുടെ PA ഹോൾഡർ എന്ന നിലയിൽ ജോൺസൺ നടത്തിയ ട്രാൻസാക്ഷനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങാം. അത് നടക്കും. അങ്ങനെ ചെയ്താൽ
എസ്റ്റേറ്റിലെ ആദായം നിങ്ങൾക്ക് എടുക്കാം, വീട്ടിലെ താമസം തുടരുകയും ചെയ്യാം. എങ്കിൽ എത്രയും വേഗം അത് ചെയ്യണം സാർ. നീ കരഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പോലീസ് നെട്ടോട്ട് ഓടിയിട്ടും നിന്റെ അമ്മയെ പറ്റിയോ ആ കള്ളൻ ജോൺസനെ പറ്റിയോ ഒരു വിവരമില്ല. ഞാൻ കരയുന്ന അമ്മയെ ഓർത്തിട്ടൊന്നുമല്ല. അമ്മ എവിടെ പോയി തൊലഞ്ഞ എനിക്കെന്താ? ഞാൻ കരയുന്നത് എന്റെ സുനിലിനെ ഓർത്തോ. അച്ഛ, ഞാൻ പറഞ്ഞ എല്ലാം തെറ്റായിരുന്നു. പ്രഭ പ്രസവിച്ചത് പ്രസാദിന്റെ കുഞ്ഞിനെ തന്നെയാ. പാവം, എന്റെ സുനിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഉടനെ സുനിലിനെ കാണണം. നിനക്ക് എന്തു പറ്റി? 1 മണിക്കൂറേ ആയുള്ളൂ ഞാൻ ഇവിടുന്ന് പുറത്തു പോയിട്ട്. അതിനുള്ളിൽ ഇവിടെ എന്ത് മായോ നടന്നത്? സുനിലിന്റെ അമ്മ വന്നിരുന്നു. ഓ, അമ്മ പറഞ്ഞ എന്താണെന്ന് ഞാൻ അച്ഛനോട് ഇപ്പൊ പറയില്ല. പക്ഷെ സുനിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ സംശയിച്ചതാ. എനിക്ക് ബോധ്യമായി. എടി മരക്കഴുതേ, ഇതേ കാര്യം 1000 തവണയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നീ അത് കേട്ടോ? ആ, നിനക്ക് നിന്റെ അമ്മയ്ക്കും ഭ്രാന്താ. 2 തരം ഭ്രാന്ത്. നിന്റെ അമ്മയ്ക്ക് പണഭ്രാന്ത്, നിനക്ക് സംശയഭ്രാന്ത്. അച്ഛാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഓടിപ്പോയി സുനിലിനെ പ്രഭയെ കണ്ട് ക്ഷമ ചോദിച്ചിട്ട് വരാം. മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി ചോറെടുത്ത് വെക്ക്. വിശന്ന് കുടൽ കരിയുന്നു. അച്ഛന് തന്നെ വിളമ്പി ഉണ്ടാലെന്താ? അത് ശരി, എനിക്കിപ്പോ മനസ്സില്ല. ആലോചിക്കാതെ ഏത് കാര്യത്തിൽ എടുത്തു ചാടുന്ന നിന്റെ ഈ സ്വഭാവം ആദ്യം മാറ്റ്. ആ, നമുക്ക് സുനിലിനെ കാണാൻ നാളെ പോവാം. ചെന്ന് ചോറ് വിളമ്പി വെക്ക്. നീ ചെല്ല്, ഞാൻ പറയുന്നേക്ക്. എന്തിനാടാ കുട്ട ഇങ്ങനെ കരയുന്നത്? രാരീരം രാരീരം രാരോ, രാരീരം 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 രാരോ. എഞ്ചുടാ കുട്ടാ, ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്ത. ദാ. കോമളം. സുനിലൊന്ന് നിൽക്കൂ. ആ കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് തരൂ. എന്തിന്? കുട്ടിക്ക് എന്റെ ഛായ ഉണ്ടോന്ന് പരിശോധിക്കാനോ? അത് സുനിൽ, ഞാൻ വഴക്കുണ്ടാക്കാനല്ല വന്നത്. എന്റെ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കാനാ. അമ്മേ, കണ്ടില്ലേ? ദേ, എന്റെ ഭാര്യ വന്നിരിക്കുന്നു. വഴക്കിടാനല്ല, മാപ്പ് ചോദിക്കാനാണത്രേ. മാപ്പ് ചോദിച്ചാൽ നീ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനൊക്കെ പരിഹാരവും. ഭർത്താവ് തെറ്റ് ചെയ്താൽ തന്നെ അത് മറ്റുള്ളവർ അറിയാതിരിക്കണമെന്നാണ് ഒരു നല്ല ഭാര്യ ആഗ്രഹിക്കുക. പക്ഷെ നീ എന്താണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത എന്നെക്കുറിച്ചും പ്രഭയെക്കുറിച്ചും അപവാദം പറഞ്ഞു നടന്നു. ദാ നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ അപവാദത്തിനിരയെ തീർന്ന ഈ കുഞ്ഞിന്റെ മുഖത്ത് നീ നന്നായിട്ട് നോക്ക്. സുനി, ക്രോസ് വിസ്താരം ഒന്നും വേണ്ട. കഴിഞ്ഞുപോയ കാര്യങ്ങൾ കുടഞ്ഞിട്ട് വിഴുപ്പലക്കൊണ്ട് എന്ത് പ്രയോജനം? നീ ആ കുട്ടി അവളുടെ കയ്യിൽ കൊടുക്ക്. അമ്മേ, ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അവക്ക് എൻ്റെ മുഖമേ ഓർമ്മ വരൂ. ഈ കുഞ്ഞിന് പ്രസാദിൻ്റെയും പ്രഭയുടെ അച്ഛൻ്റെയും ഛായയാണെങ്കിലും കോമളത്തിൻ്റെ മനസ്സിൻ്റെ കണ്ണ് മറ്റൊരു രൂപമേ കാണൂ. എൻ്റെ രൂപം മതി. കോമളത്തിൻ്റെ സംശയങ്ങളൊക്കെ നീങ്ങി. അവളിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കോമള ഇങ്ങോട്ട് വരാനിരുന്നതാ.
പതുക്കെ വന്നാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞത്. ആ കുഞ്ഞിനെ ഇങ്ങതാ. കോമളം വന്നിട്ട് ഏറെ നേരമായോ? ഞാൻ കുളിക്കാൻ ഇന്ന് കൂടുതൽ സമയമെടുത്തു. പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും പലതരം ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേണം കുളിക്കാനെന്ന് അമ്മയ്ക്ക് നിർബന്ധം. ഇപ്പോഴത്തെ ഡോക്ടർമാര് പ്രസവം നടന്ന് 2-3 ദിവസം കഴിഞ്ഞാൽ എന്തും കഴിക്കാം, എഴുന്നേറ്റ് നടക്കാം എന്നൊക്കെയല്ലേ രോഗികളോട് പറയുന്നത്. അതുകൊണ്ടെന്താ 40-45 വയസ്സാകുമ്പോഴേക്കും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരുന്നു. പ്രസവിക്കും തോറും സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നാ പഴമൊഴി. 10-12 പ്രസവിച്ച സ്ത്രീകൾക്ക് പണ്ടൊക്കെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങളേ ഇല്ലായിരുന്നു. കാരണം എന്താ? പ്രസവരക്ഷ അത്ര കണിശമായിരുന്നു. പ്രസവം കഴിഞ്ഞാൽ പഥ്യം നോക്കണമായിരുന്നു. ഇന്നെല്ലാം തകിടം മറിഞ്ഞു. എന്തായാലും പ്രഭയുടെ കാര്യത്തിൽ പഴയ സമ്പ്രദായങ്ങളാണ് ഞാൻ നോക്കിയത്. അവധി കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ പ്രഭ കൂടുതൽ സുന്ദരി ആരോഗ്യവതിയായിരിക്കും. എന്റെ അവിവേകം കൊണ്ട് ഞാൻ സുനിലിനെയും പ്രഭയും തെറ്റിദ്ധരിച്ചു. നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് വേദനിപ്പിച്ചു. പ്രഭ എന്നോട് ക്ഷമിക്കണം. നീ ഇവിടെ വന്ന് പ്രഭയോടും എന്നോടും ക്ഷമ ചോദിച്ചു. ശരി, പക്ഷേ നിന്റെ ഈ മനമാറ്റം നാട്ടുകാരറിയുന്നുണ്ടോ? നീയും പ്രസാദും പ്രസാദിന്റെ അമ്മയും പറഞ്ഞു നടക്കുന്ന അപവാദങ്ങൾ നാട്ടുകാർ ഏറ്റുപാടി നടക്കില്ലേ ഇപ്പോഴും? പ്രഭയുടെ മനസമാധാനവും സൽപ്പേരും നഷ്ടപ്പെടുത്താൻ നീ എന്തെല്ലാം ചെയ്തു? അതെല്ലാം ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമോ? സുനിൽ, കോമളം ഈ വീട്ടിലേക്ക് മടങ്ങി വരികയും ഞാനിവിടുന്ന് താമസം മാറ്റുകയും ചെയ്ത പഴയതൊക്കെ നാട്ടുകാർ മറക്കും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് പ്രകടിപ്പിച്ച ക്രൂരത കോമളം ഒരിക്കലും എന്നോട് കാണിച്ചിട്ടില്ല. സുനി, ഇനി നീ ഒന്നും സംസാരിച്ചു പോകരുത്. പുണ്ണിക്കുത്തി രസിക്കുന്നത് മനുഷ്യത്വമല്ല. മോളെ കോമളം, കുട്ടിയെ പ്രഭയുടെ കൈ കൊടുക്ക്. അവക്ക് പാല് കൊടുക്കാൻ നേരമായി. ഞാനിങ്ങോട്ട് താമസം മാറ്റുന്നു. ഇന്ന് തന്നെ അച്ഛൻ സമ്മതിച്ചു. എൻ്റെ അനുവാദം വാങ്ങിയിട്ടല്ലോ നീ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് തിരിച്ചു വരാനും എൻ്റെ അനുവാദം ആവശ്യമില്ല. ഇത് നിന്റെ വീടാണ്, അന്നും ഇന്നും. മോളെ, നീ ഇവിടെ എത്രയും വേഗം വന്ന് താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നിന്റെ അമ്മ എവിടെയാണെന്ന് പോലും അറിയാതെ രവീന്ദ്രൻ വിഷമിച്ചിരിക്കുമ്പോൾ നീ അയാളെ വീട്ടിൽ തനിച്ചാക്കി ഇങ്ങോട്ട് വന്നത് ശരിയല്ല. അതെ, ഏതായാലും നിന്റെ മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് ദുർവാശികളൊന്നുമില്ല. നിന്റെ അമ്മ തിരിച്ചു വരുന്നവരെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. അതുപോലെ ദേ, നിങ്ങൾ ബെഡ്റൂമിൽ പോയിരുന്നു സംസാരിക്കേ. പ്രഭ പാല് കൊടുത്ത് കുഞ്ഞിനെ ഉറക്കട്ടെ. എല്ലാവരും ചേർന്നിരുന്ന് ഊണ് കഴിച്ചിട്ട് പോകാം. ഉച്ചക്കലത്തേക്ക് ചോറും കൂട്ടാനും ഒക്കെ വെച്ചിട്ടാണോ മോള് വന്നത്? ഒരു തോരൻ വച്ചു, പിന്നെ മോര് കറിയും. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അത് അച്ഛനുണ്ടാക്കി കാണും. ശരിക്കും പറഞ്ഞോ എന്നേക്കാൾ നല്ല കുക്ക് അച്ഛനാ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, നിങ്ങൾ മുറിയിൽ പോയിരിക്കേ.
ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. എല്ലാം മറക്കണം. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. Ah